നമസ്കാരം. ഇന്ന് ഉത്രാടമാണ്. അപ്പോൾ ഓണത്തിന് എന്താണ് പരിപാടി എന്ന് വെച്ചാൽ ഞാനിപ്പോൾ അടുക്കളയിലാണ്. ഓണത്തിന് ഇന്ന് നമ്മൾ ഒരു പായസം വയ്ക്കും. പായസം എന്ന് പറയുമ്പോൾ തേങ്ങാപ്പാലൊന്നും ഇല്ലാത്ത പാലട പോലത്തെ ഒരു ഗോതമ്പ് പ്രഥമൻ, അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനെന്തൊക്കെയാണ് വേണ്ടത് എന്ന് ചോദിച്ചാൽ ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഒരു 250 ഗ്രാം ഗോതമ്പ് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളിത് പാലിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമില്ല. അതുപോലെ ശർക്കരയിലാണ് നമ്മൾ ഈ പായസം ഉണ്ടാക്കുന്നത്. ശർക്കര ഞാൻ ഏകദേശം ഒരു 1/2 കിലോളം ശർക്കര എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് തേങ്ങാക്കൊത്തുണ്ട്, ആവശ്യത്തിന് നെയ്യ്, അതിനും നെയ്യും എടുത്തിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്. അവസാനം നമുക്ക് അല്പം ഏലക്കാപ്പൊടി കൂടി വേണ്ടി വരും. അപ്പോൾ ഇതിനിടയിൽ നമ്മൾ പാലൊന്ന് തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ പാല് തിളയ്ക്കുമ്പോൾ അടി പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും. അല്പം കൂടുതൽ പാലുള്ളതുകൊണ്ട് ചിലപ്പോൾ അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പാലൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ ഞാൻ ശർക്കര ഉരുക്കാൻ വേണ്ടി വേറൊരു പാത്രത്തിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ഞാനൊന്ന് കുറച്ച് പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. ശർക്കര നമുക്കൊന്ന് ഉരുക്കി എടുക്കണം. ഉരുക്കി അരിച്ചിട്ടാണ് നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുക. അപ്പം ഇവിടെ നമ്മൾ പാല്, ശരിക്കും പറഞ്ഞാൽ പാല് നേരിട്ട് ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയല്ല, പാല് തിളപ്പിച്ചതിന് ശേഷം നമ്മളിത് മിക്സ് ചെയ്യുക ചെയ്യുന്നത്. പാലിവിടെ നമ്മൾ തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. ഈ തിളച്ച പാലാണ് നമ്മൾ വരട്ടിയുന്ന ഈ ഗോതമ്പും അതുപോലെ തന്നെ ശർക്കരയും ചേർത്ത് വരട്ടുന്നതിലേക്ക് നമ്മൾ ഒഴിക്കുന്നത്. അല്ലാതെ പാല് നേരിട്ട് ഒഴിച്ചാൽ ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പാല് നമ്മൾ ആദ്യം തിളപ്പിക്കുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു. ശർക്കര ഏകദേശമൊക്കെ ഉരുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി കൂടി ഉരുകാനുള്ളൂ. ഇനി ഉരുകി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ശർക്കര പാനി നമുക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. പാല് ഏകദേശം തിളച്ച് വരാറായിട്ടുണ്ട്. പാലും തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പതിയെ സ്റ്റൗവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പാല് തിളച്ച് പൊങ്ങി നമ്മൾ പാലിൻ്റെ സ്റ്റൗവ് ഓഫ് ചെയ്തു. അതിലൊരു പാത്രത്തിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് തേങ്ങ ഒന്ന് വറുത്തെടുക്കുകയാണ് ഇതിനകത്ത്. നെയ്യൊന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഇതിലേക്ക് നമ്മൾ തേങ്ങാക്കൊത്ത്, ഞാനിതിനകത്ത് തേങ്ങാക്കൊത്ത് മാത്രമേ ഇടുന്നുള്ളൂ. കശുവണ്ടി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇടുന്നില്ല. പിന്നെ കുറച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ഏലക്ക കൂടി ചേർക്കുന്നുണ്ട്. തേങ്ങാക്കൊത്ത് മൂത്ത് വരുന്നേ ഉള്ളൂ. ഒരു ലേശം കൂടെ മൂക്കാറുണ്ട്. നല്ല ബ്രൗൺ നിറമായി വരുന്നുണ്ട്. അധികം കരിഞ്ഞു പോകുന്നതിന് മുമ്പ് ഞാനിത് ഓഫ് ചെയ്യാണ്. ഈ നെയ്യ് കിടന്നിത് കുറച്ചുകൂടെ ഒന്ന് മൂത്തോളൂ. നമ്മൾ ഉപയോഗിക്കുന്നത് നുറുക്ക് ഗോതമ്പാണ്. നുറുക്ക് ഗോതമ്പ് ഈ ഗോതമ്പിന് ഇത്തിരി വേവ് കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു കുക്കറിലിട്ട് ഒരു 6 വിസിൽ വരെ കേൾക്കുന്നവരെ നമ്മളിത് വേവിച്ചെടുക്കണം. കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് വേവിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് കുഴഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ 6 വിസിലായി. നമുക്ക് സ്റ്റൗ വഴി ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ വെന്ത ഗോതമ്പ് നമ്മളത് ഒരു ഉരുളിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിതിലേക്ക് ഇനി ശർക്കരപ്പാനി മിക്സ് ചെയ്യണം.
വെള്ളമൊന്ന് വറ്റിയിട്ട് ഇത് നന്നായിട്ട് വരണ്ട് വരണം. അതുവരത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഞാനിപ്പോൾ വരട്ടിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. വരട്ടൽ പൂർണ്ണമായിട്ടില്ല, കുറച്ചുകൂടെ വെള്ളം വറ്റാനുണ്ട്. ഇത് ഓൾമോസ്റ്റ് നന്നായിട്ട് വരണ്ട് തന്നെ വന്നിട്ടുണ്ട്. ഈ ഇതുണ്ടാവും, നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ പാത്രത്തിൻ്റെ അടി കാണണം, അതാണ് വരട്ടിയതിൻ്റെ നന്നായി വരട്ടി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഇനി ഞാനിതിനകത്ത് നെയ്യും തേങ്ങാക്കൊത്തും നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന തേങ്ങാക്കൊത്തും കൂടെ ചേർത്ത് ഇതൊന്ന് വരട്ടിയെടുക്കുക. ഒന്നുകൂടെ വരട്ടുവാണ്. ഈ നെയ്യിലിട്ട് ഇത് നന്നായിട്ട് നമ്മളൊന്ന് വരട്ടിയെടുക്കണം. ഒരു 5 മിനിറ്റ് കൂടെ നന്നായിട്ട്. നെയ്യ് ഇത്തിരി കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. നെയ്യ് കൂടുന്ന അത്ര കൂടുന്തോറും പായസത്തിൻ്റെ ടേസ്റ്റും കൂടും. അതുപോലെ തന്നെ തേങ്ങാക്കൊത്തിൻ്റെ എണ്ണം കൂട്ടുന്നതും നല്ലതാണ്. കാരണം നമുക്ക് പായസത്തിൽ കടിക്കാൻ ഗോതമ്പ് കടിക്കാനുണ്ടാവും. ആ കൂട്ടത്തിൽ തേങ്ങാക്കൊത്തും കൂടെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റായിരിക്കും. ഗോതമ്പ് ഇപ്പോൾ ഒരുമാതിരി നന്നായി വരട്ടിയിട്ടുണ്ട്. നെയ്യിൽ ഇപ്പം നന്നായിട്ട് നമ്മൾ വരട്ടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് പോവുകയാണ്. ഇനി നമ്മൾ ഇതിലേക്ക് പാല് ചേർക്കുകയാണ്. ഞാൻ പാല് ചേർക്കുന്നതിന് മുമ്പ് ഞാൻ തീ കുറച്ചിട്ടാണ് പാല് ചേർക്കുന്നത്. ഞാനിതിലേക്ക് പാല് മിക്സ് ചെയ്യാണ്. നമ്മൾ നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം. ഇപ്പം നന്നായിട്ട് വരട്ടിയ ഗോതമ്പാണത്, അത് നന്നായിട്ട് കൂട്ടി യോജിപ്പിക്കണം പാലുമായിട്ട്. തീ തൽക്കാലം ഓഫ് ചെയ്യുക. നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഉരുളി ആയതുകൊണ്ട് അങ്ങനെ അടിയിലൊന്നും പിടിക്കത്തില്ല. നമ്മൾ എന്തോരം വരട്ടിയാലും അടിയിലൊന്നും പിടിക്കില്ല, ഊട്ടുരുളി ആയതുകൊണ്ട്. ഞാനിപ്പോൾ പാൽ ഇത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകി വരും. അതുകൊണ്ട് കുറച്ച് പാലൂടെ ഇതിനകത്തേക്ക് മിക്സ് ചെയ്യുകയാണ്. ഈ പാത്രത്തിൽ തന്നെ ഇരുന്നാൽ പെട്ടെന്ന് കുറുകി വരും. നമ്മൾ വേറെ പാത്രത്തിലേക്ക് മാറ്റുവാണെങ്കിൽ അത്ര പെട്ടെന്ന് കുറുകില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ശരിക്കും നന്നായിട്ട് കുറുകി വരും. അപ്പം പാലപ്പം അതുകൊണ്ട് കൂടുതൽ ചേർക്കുന്ന എപ്പോഴും നല്ലതായിരിക്കും. ഞാൻ ഇപ്പോൾ കൂടുതൽ പാല് ചേർത്തു. ഇപ്പം നിങ്ങൾക്ക് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ ഒഴുകിയതുപോലെ തോന്നും, പക്ഷേ അല്പം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് നന്നായിട്ട് കുറുകും. ഇതിപ്പോൾ മധുരം കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് കൂടെ ചേർക്കുവാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇതൊരു നിർബന്ധ വസ്തുവൊന്നുമല്ല. നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് ഏലക്കാപ്പൊടി കൂടി ഞാൻ ചേർത്തു. ഏലക്ക പൊടിച്ചതാണ് ചേർക്കുന്നത്, മിക്സിയിലിട്ട് പൊടിച്ചാണ്. ഏലക്ക പൊടിക്കുമ്പോൾ ഏലക്ക നന്നായിട്ട് പൊടിഞ്ഞു വരാൻ കുറച്ച് പഞ്ചസാര കൂടി ചേർക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. നമ്മൾ അവസാനത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ഏലക്കായോട് ചേർത്ത് കഴിഞ്ഞു. ഇതത് പായസം റെഡിയാണ്. നമ്മളുടെ ഓണത്തിൻ്റെ സ്പെഷ്യൽ പാലട പോലത്തെ ഗോതമ്പ് പ്രഥമൻ ഇത് അതിൻ്റെ പണി കഴിഞ്ഞു. ഇതാണ് അതിൻ്റെ ഫൈനൽ പായസം. നല്ല പായസമാണ്. ഞാനുണ്ടാക്കി ഞാൻ തന്നെ നല്ല പായസമെന്ന് പറയുമ്പം അതിലൊരു അഭംഗിത ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും നിർബന്ധമായും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കണം. എന്നിട്ട് കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്തണം. എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.